ഡൽഹിയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് തീയതി ഫെബ്രുവരി 5-ന്. വോട്ടെണ്ണൽ ഫെബ്രുവരി 8-ന് നടക്കും. ഒറ്റഘട്ടമായാണ് ഇത്തവണ വിധിയെഴുത്ത്. നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന തീയതി ഈ മാസം 17-നാണ്. 70 മണ്ഡലങ്ങളാണ് വിധിയെഴുതുന്നത്. വിവരങ്ങളുമായി ഗൗതം അനന്തനാരായണനും ജിഷ്ണു കൃഷ്ണനും ചേരുന്നു. ആദ്യം ജിഷ്ണുവിലേക്ക്. ജിഷ്ണു, വിശദാംശങ്ങൾ. രോഹിണി, കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അല്പസമയങ്ങൾക്ക് മുൻപാണ് ഡൽഹിയിൽ തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപനം നടത്തിയിട്ടുള്ളത്. രോഹിണി ചൂണ്ടിക്കാട്ടിയതുപോലെ ഫെബ്രുവരി 5-ന് രാജ്യതലസ്ഥാനത്ത് ജനങ്ങൾ പോളിംഗ് ബൂത്തിലേക്ക് എത്തും. ഫെബ്രുവരി 8-നാണ് വോട്ടെണ്ണൽ നടക്കുക. ജനുവരി 17, ഈ മാസം 17-നാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന തീയതി. ഇത്തരത്തിൽ ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപന വേളയിൽ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആദ്യം മറ്റു ചില കാര്യങ്ങൾ കൂടി ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. അടുത്തിടെ EVM-നെതിരെ, വോട്ടിംഗ് മെഷീനെതിരെ ഉയർന്നിട്ടുള്ള ആരോപണങ്ങൾ അത് തീർത്തും അടിസ്ഥാനരഹിതമാണ്. വോട്ടെടുപ്പിന് മുൻപും അതിനുശേഷവും EVM കൃത്യമായി പരിശോധിക്കാറുണ്ട്. യാതൊരു തരത്തിലുമുള്ള ക്രമക്കേടുകൾ നടത്താൻ സാധിക്കുന്നതല്ല. അത്തരം ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണ്. അത് രാജ്യത്തെ തെരഞ്ഞെടുപ്പ് പ്രക്രിയകൾക്കെതിരെ ഇത്തരത്തിലുള്ള നടപടികളെ അപമാനിക്കുന്ന തരത്തിലാണ് ആരോപണങ്ങൾ ഉണ്ടാകുന്നത് എന്ന കാര്യം കൂടിയും മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ വ്യക്തമാക്കുകയുണ്ടായി. തുടർന്നാണ് ഡൽഹിയിലെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം, തീയതി ഉൾപ്പെടെയുള്ള പ്രഖ്യാപനം മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ നടത്തിയിട്ടുള്ളത്. ജനുവരി 17-നാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന തീയതി. ഫെബ്രുവരി 5-ന് രാജ്യതലസ്ഥാനത്ത് ജനങ്ങൾ പോളിംഗ് ബൂത്തിലേക്ക് എത്തും. ഫെബ്രുവരി 8-ന് അറിയാൻ സാധിക്കും ആരാണ് ഡൽഹിയുടെ ഭരണചക്രം തിരിക്കാൻ പോകുന്നത് എന്നുള്ളത്. കഴിഞ്ഞ തവണത്തെ 2020-ലും സമാനമായി ഫെബ്രുവരി ആദ്യ വാരത്തിൽ തന്നെയായിരുന്നു വോട്ടെടുപ്പ് നടന്നത്. ഒറ്റഘട്ടത്തിലായിരുന്നു കഴിഞ്ഞ തവണയും തെരഞ്ഞെടുപ്പ് നടന്നത്. ഇത്തവണയും ഒറ്റഘട്ടമായി തന്നെയാണ് രാജ്യതലസ്ഥാനത്ത് തെരഞ്ഞെടുപ്പ് നടക്കുക. ഇതിനോടകം തന്നെ പ്രചാരണ രംഗം ചൂടുപിടിച്ചു കഴിഞ്ഞിട്ടുണ്ട്. BJP-യും ആം ആദ്മിയും കോൺഗ്രസും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചുകൊണ്ട് പ്രചാരണ പ്രവർത്തനങ്ങൾ ഇതിനോടകം സജീവമാക്കി. ഇന്ന് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം കൂടി നടത്തിയതോടെ പ്രചാരണ രംഗം കൂടുതൽ ചൂടുപിടിക്കുകയാണ്. വാദപ്രതിവാദങ്ങളിലേക്ക് രാഷ്ട്രീയ പാർട്ടികൾ കടക്കുന്നു. ആം ആദ്മി സർക്കാരിന്റെ ഭരണപരാജയങ്ങൾ, ഒപ്പം ആം ആദ്മി നേതാക്കൾ അരവിന്ദ് കെജ്രിവാൾ ഉൾപ്പെടെയുള്ള ആം ആദ്മി നേതാക്കൾക്കെതിരെ ഉയർന്നിട്ടുള്ള അഴിമതി ആരോപണങ്ങൾ, ഇവ ചൂണ്ടിക്കാട്ടിക്കൊണ്ടും അത് പ്രധാന പ്രചാരണ വിഷയമാക്കിക്കൊണ്ടുമാണ് BJP-യുടെ പ്രചാരണ പ്രവർത്തനം. അവരുടെ BJP പ്രചാരണ മുദ്രാവാക്യമായി തന്നെ ഉയർത്തിക്കാട്ടുന്നത് ഇത് അഴിമതി സംഘത്തെ പുറത്താക്കാനുള്ള സമയം വന്നെത്തി എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ടാണ് BJP-യുടെ പ്രചാരണ പ്രവർത്തനങ്ങൾ മുൻപോട്ട് പോകുന്നത്. മദ്യനയ അഴിമതി ഉൾപ്പെടെയും വിവിധ അഴിമതി ആരോപണങ്ങൾ, അതിൽ അന്വേഷണ ഏജൻസികളുടെ കണ്ടെത്തൽ, അരവിന്ദ് കെജ്രിവാൾ, മനീഷ് സിസോദിയ കൂടാതെ സഞ്ജയ് സിംഗ് തുടങ്ങിയ പ്രധാനപ്പെട്ട നേതാക്കളുടെ ജയിൽവാസം, ഇത് ആം ആദ്മിക്ക് ഡൽഹിയിൽ വലിയ തിരിച്ചടി ഉണ്ടാക്കിയിട്ടുണ്ട്. ആ കാര്യങ്ങളിൽ ഊന്നിക്കൊണ്ടും ഒപ്പം ജനങ്ങൾക്ക് അടിസ്ഥാന സൗകര്യ വികസനം ലഭ്യമാകുന്നില്ല എന്ന കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ടും ഡൽഹി ഗുരുതരമായ മലിനീകരണ പ്രശ്നങ്ങളിലേക്ക്, അത് കുടിവെള്ളം, വായു ഉൾപ്പെടെ മുഴുവൻ ഗുരുതരമായ മലിനീകരണ പ്രശ്നത്തിലേക്ക് ഡൽഹി കടന്നു പോകുന്നു. അതിന് ഉത്തരവാദി ആം ആദ്മി സർക്കാരാണ് എന്ന പ്രചാരണത്തിലാണ് BJP ഉള്ളത്. അതേസമയം ഇത്തവണയും തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ് അരവിന്ദ് കെജ്രിവാളും അതിഷിയും ഉൾപ്പെടുന്ന ആം ആദ്മി ക്യാമ്പ് എന്നുള്ളതാണ് അവരുടെ നേതാക്കളുടെ പ്രതികരണത്തിൽ നിന്ന് മനസ്സിലാക്കുന്നത്. കഴിഞ്ഞ തവണത്തെക്കാൾ മികച്ച ഭൂരിപക്ഷത്തിൽ അധികാരം നിലനിർത്തും എന്നുള്ള പ്രഖ്യാപനമാണ് അല്പസമയങ്ങൾക്ക് മുൻപ് ആം ആദ്മിയുടെ MLA കൂടിയായിട്ടുള്ള ഭരദ്വാജ് ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത്. MLA-യും മന്ത്രി കൂടിയായിട്ടുള്ള ഭരദ്വാജ് ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത്. കഴിഞ്ഞ തവണ 70 അംഗ ഡൽഹി നിയമസഭയിൽ 62 സീറ്റുകളാണ് ആം ആദ്മി നേടിയത്. 8 സീറ്റുകളിൽ BJP വിജയിക്കുകയുണ്ടായി. ഈ 62-നേക്കാൾ കൂടുതൽ ഭൂരിപക്ഷത്തിൽ, 70 അംഗ നിയമസഭയിൽ 62-നേക്കാൾ കൂടുതൽ ഭൂരിപക്ഷത്തിൽ ഇത്തവണ അധികാരം നിലനിർത്തുമെന്ന പ്രഖ്യാപനം ആം ആദ്മി നടത്തുന്നു. അപ്പുറത്ത് കോൺഗ്രസും ഇത്തവണ ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് അല്ലെങ്കിൽ കഴിഞ്ഞ കുറച്ച് തെരഞ്ഞെടുപ്പുകൾ നമുക്കറിയാം, മുന്നണിയുമായി ചേർന്നുകൊണ്ട്, മറ്റ് സഖ്യകക്ഷികളുമായി ചേർന്നുകൊണ്ട് ഇന്ത്യ മുന്നണി എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ അതിനു മുൻപ് പ്രതിപക്ഷ മുന്നണി എന്നുള്ള രീതിയിലാണ് കോൺഗ്രസ് സംസ്ഥാന തെരഞ്ഞെടുപ്പുകളെയും ലോക്സഭയെയും നേരിടുന്നത്. ഇത്തവണ ഡൽഹിയിൽ കോൺഗ്രസുമായി കൂട്ടുചേർന്നാൽ രാഷ്ട്രീയപരമായി കോട്ടം തട്ടും, അല്ലെങ്കിൽ വലിയ തിരിച്ചടി ഉണ്ടാകുമെന്ന തിരിച്ചറിവ് ആം ആദ്മിക്കുണ്ട്. അതുകൊണ്ട് കോൺഗ്രസുമായി ചേരാതെയാണ് ആം ആദ്മി മത്സരിക്കുന്നത്. കോൺഗ്രസ് പ്രത്യേകം മത്സരിക്കുന്നു. കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട നേതാക്കൾ ചൂണ്ടിക്കാട്ടിയത് അഴിമതി പണം ഡൽഹിയിൽ വിനിയോഗിച്ചുകൊണ്ട് വോട്ട് വാങ്ങാനാണ്, അല്ലെങ്കിൽ വോട്ട് വിലയ്ക്ക് വാങ്ങാനാണ് ആം ആദ്മി ശ്രമിക്കുന്നത് എന്ന ആരോപണമാണ് കോൺഗ്രസിന്റെ നേതാക്കൾ ഇതിനോടകം തന്നെ മുൻപോട്ട് വെച്ചിട്ടുള്ള. അത്തരത്തിൽ കോൺഗ്രസും ആം ആദ്മിയും പരസ്പരം മത്സരിക്കുന്നു. പല സംസ്ഥാനങ്ങളിലും, അല്ലെങ്കിൽ പഞ്ചാബിൽ ഉൾപ്പെടെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ ഒരുമിച്ച് മത്സരിച്ച ആം ആദ്മിയും കോൺഗ്രസും പരസ്പരം മത്സരിക്കുന്നു. BJP രണ്ട് പാർട്ടികളെയും എതിർത്തുകൊണ്ട് അഴിമതി ആരോപണങ്ങൾ പുറത്തു കൊണ്ടുവന്നുകൊണ്ട് ജനങ്ങൾക്ക് അടിസ്ഥാന സൗകര്യം
ജനാധിപത്യം ഉറപ്പാക്കണമെന്ന് വാദിച്ചുകൊണ്ട് പ്രചാരണ പ്രവർത്തനങ്ങൾ ശക്തമാക്കുന്ന തരത്തിൽ ഡൽഹിയിലെ പ്രചാരണ രംഗം ഇതിനോടകം തന്നെ ചൂടുപിടിച്ചു കഴിഞ്ഞു. അതിനിടയിലാണ് ഇന്നിപ്പോൾ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഫെബ്രുവരി 5-ന് ജിഷ്ണു തുടരുക. ജിഷ്ണുവിലേക്ക് എത്തേണ്ടതുണ്ട്. ഡൽഹിയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് തീയതി ഫെബ്രുവരി 5-ന്, വോട്ടെണ്ണൽ ഫെബ്രുവരി 8-ന് നടക്കും. ഒറ്റഘട്ടമായാണ് ഇത്തവണ വിധിയെഴുത്ത്. നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന തീയതി ഈ മാസം 17-നാണ്. 70 മണ്ഡലങ്ങളാണ് വിധി എഴുതുന്നത്. എന്തായാലും തെരഞ്ഞെടുപ്പ് രംഗം ചൂടുപിടിക്കുന്ന കാഴ്ച തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. ആകെ വോട്ടർമാർ 1.55 കോടിയാണ് ഡൽഹിയിൽ. ഇതിൽ 13,033 പോളിംഗ് സ്റ്റേഷനുകളുണ്ട്. അതിൽ വനിതാ വോട്ടർമാർ 83.49 ലക്ഷമാണ്. പുരുഷ വോട്ടർമാർ 71.73 ലക്ഷം. ഇതിൽ പുതിയ വോട്ടർമാർ 2.08 ലക്ഷം എന്നിങ്ങനെയാണ് കണക്കുകൾ വരുന്നത്. എന്തായാലും ഈ മാസം 10 മുതൽ 17 വരെയാണ് പത്രിക സമർപ്പണ തീയതി. എന്തായാലും 70 മണ്ഡലങ്ങളിൽ ഒറ്റഘട്ടമായി നടക്കുന്ന ഡൽഹി തെരഞ്ഞെടുപ്പിൻ്റെ വിധിയെഴുത്ത് എന്താകുമെന്നുള്ള ആകാംക്ഷയിൽ തന്നെയാണ് ഓരോരുത്തരും. ജിഷ്ണുവിലേക്ക് വീണ്ടും പോകുന്നു. ജിഷ്ണു, എന്തായാലും തീയതി പ്രഖ്യാപിക്കുന്നതിന് മുൻപ് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ചില കാര്യങ്ങൾ മാധ്യമങ്ങളോട് പങ്കുവച്ചിരുന്നു. അതിൽ ഈ വോട്ടിംഗ് മെഷീനുകൾക്കെതിരായ ആരോപണങ്ങൾ പാടെ തള്ളിക്കൊണ്ടാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷണർ നിലപാട് വ്യക്തമാക്കിയത്. EVM-നെതിരായ ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. എല്ലാ തെരഞ്ഞെടുപ്പും നടത്തുന്നത് സുതാര്യമായാണ്. ആരോപണങ്ങൾ വളരെ വേദനിപ്പിച്ചുവെന്നും മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ രാജീവ് കുമാർ പറഞ്ഞു. അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ കൂടി. രോഹിണി, ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് തൊട്ടു മുൻപായാണ് ഇക്കാര്യങ്ങൾ. ഈ വോട്ടർമാരുടെ ലിസ്റ്റ്, വിവിധ സംസ്ഥാനങ്ങളിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രവർത്തനം ഇവ സംബന്ധിച്ച് വ്യക്തമാക്കവെയാണ് വോട്ടിംഗ് മെഷീനെതിരെയുള്ള ആരോപണങ്ങളിൽ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ രാജീവ് കുമാർ നിലപാടും മറുപടിയും വ്യക്തമാക്കിയിട്ടുള്ളത്. EVM-നെതിരെ ഉയരുന്ന ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണ്. വോട്ടെടുപ്പിന് മുൻപും വോട്ടെടുപ്പിന് ശേഷവും വോട്ടിംഗ് മെഷീൻ വളരെ കൃത്യമായ പരിശോധന നടത്തുന്നുണ്ട്. അത് ഏതെങ്കിലും തരത്തിൽ ആ വോട്ടിംഗ് മെഷീനിൽ ക്രമക്കേട് നടത്താനോ ജനവിധി അട്ടിമറിക്കാനോ സാധിക്കില്ല എന്നുള്ളതാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ രാജീവ് കുമാർ വ്യക്തമാക്കിയിട്ടുള്ളത്. ഇത്തരം ആരോപണങ്ങൾ നേരത്തെയും ഉയർന്നിരുന്നു. അത് രാജ്യത്തിന്റെ പരമോന്നത നീതിപീഠത്തിന്റെ മുൻപിൽ, സുപ്രീം കോടതിക്ക് മുൻപിലേക്ക് വരെ കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പാർട്ടികൾ ഈ വോട്ടിംഗ് മെഷീനെതിരെയുള്ള പരാതിയുമായി ചെന്നിരുന്നു. ഇന്നിപ്പോഴും ഈ ആരോപണങ്ങൾ വേദനിപ്പിക്കുന്നതാണ് എന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ പറയുമ്പോൾ, നേരത്തെ സുപ്രീം കോടതി ചോദിച്ചത് നിങ്ങൾ വിജയിക്കുമ്പോൾ EVM മെഷീനുകൾ, വോട്ടിംഗ് മെഷീനുകൾ നല്ലതും നിങ്ങൾ പരാജയപ്പെടുമ്പോൾ വോട്ടിംഗ് മെഷീനുകളിൽ ക്രമക്കേടുണ്ട് എന്ന പ്രചരണവുമാണോ നടത്തുന്നത് എന്ന കാര്യം രാജ്യത്തിന്റെ പരമോന്നത കോടതി, സുപ്രീം കോടതി തന്നെ ചോദിക്കുകയുണ്ടായിരുന്നു. ആ ഒരു വിഷയത്തിലാണ് ഇന്നിപ്പോൾ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ രാജീവ് കുമാറും നിലപാട് വ്യക്തമാക്കിയിട്ടുള്ളത്. വോട്ടിംഗ് മെഷീനിൽ ക്രമക്കേടുകൾ നടക്കുന്ന, അല്ലെങ്കിൽ രാജ്യത്തെ തെരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങളിൽ ഏതെങ്കിലും തരത്തിലുള്ള ക്രമക്കേടുകൾ നടക്കുന്നു എന്ന ആരോപണങ്ങൾ തെറ്റാണ്. വിശദമായ പരിശോധന ഇക്കാര്യത്തിൽ നടക്കുന്നുണ്ട്. നേരത്തെയും തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഈ വിഷയത്തിൽ നിലപാട് വ്യക്തമാക്കിയിരുന്നു. ലോകത്തിൽ തന്നെ ഏറ്റവും കൃത്യമായി സുതാര്യമായി ജനാധിപത്യ പ്രക്രിയയിലൂടെ വോട്ടെടുപ്പ് നടക്കുന്ന രാജ്യമാണ് ഭാരതം. അതിൽ യാതൊരു തരത്തിലുമുള്ള ക്രമക്കേടുകൾ നടക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിലപാട്. ഇന്നും മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആ വിഷയം വിശദീകരിക്കുകയുണ്ടായി. രാജ്യത്ത് വോട്ടിംഗ് മെഷീനുകൾ യാതൊരു തരത്തിലും ക്രമക്കേട് നടത്താൻ സാധിക്കില്ല. വോട്ടെടുപ്പിന് മുൻപും വോട്ടെടുപ്പിന് ശേഷവും ഈ വോട്ടിംഗ് മെഷീനുകളിൽ വിശദമായ പരിശോധന നടത്തുന്നുണ്ട്. യാതൊരു തരത്തിലും ജനവിധി അട്ടിമറിക്കാൻ സാധിക്കില്ല എന്നും ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ വേദനിപ്പിക്കുന്നതാണ് എന്ന കാര്യവുമാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത്. ഒപ്പം തെരഞ്ഞെടുപ്പിൽ, ഈ ഡൽഹി തെരഞ്ഞെടുപ്പ്, വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിലും പോളിംഗ് ശതമാനം ഉയരും എന്നുള്ളതാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിഗമനം. സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർ കൂടുതൽ വോട്ടർ പട്ടികയിലേക്ക്, പുതുതായി എത്തുന്നവരിൽ വോട്ടർ പട്ടികയിലേക്ക് എത്തുന്നു. അതോടൊപ്പം തന്നെ ജനാധിപത്യ പ്രക്രിയയിൽ വോട്ടെടുപ്പിൽ പങ്കാളികളാകുന്നതിന് ജനങ്ങൾ കൂടുതലായി എത്തുന്നു. 70% അല്ലെങ്കിൽ 60% താഴേക്കോ പോളിംഗ് രേഖപ്പെടുത്തിയ സംസ്ഥാനങ്ങളിൽ പോലും പോളിംഗ് ശതമാനം ഉയരുന്നു. ജനങ്ങൾ വോട്ടെടുപ്പിനോട് കൂടുതലായി പ്രതികരിക്കുകയും ജനാധിപത്യ പ്രക്രിയയിൽ പങ്കാളികളാകുന്നുണ്ട് എന്ന കാര്യം കൂടിയാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ വ്യക്തമാക്കിയത്. രോഹിണി, ജിഷ്ണു, നമുക്കറിയാം നിലവിലെ സർക്കാരിന്റെ കാലാവധി ഫെബ്രുവരി 15-ന് അവസാനിക്കും. ഡൽഹിയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ചതോടുകൂടി തന്നെ ഇനി ശക്തമായ പോരാട്ടം തന്നെ ആയിരിക്കും കാഴ്ചവെക്കുക. ഇതിൽ AAPയും കോൺഗ്രസും നേർക്കുനേർ പോരാടുന്നു എന്നുള്ളതുണ്ട്. ഇന്ത്യ സഖ്യത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരുമിച്ച് പോരാടിയതാണെങ്കിൽ പോലും ഇപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇവർ നേർക്കുനേർ പോരാടുന്നു. ഭരണം തിരിച്ചു പിടിക്കുമെന്നുള്ള ഉത്തമ വിശ്വാസത്തിൽ തന്നെ BJPയും ഉണ്ട്.
അതനുസരിച്ചുള്ള പ്രവർത്തനങ്ങളൊക്കെ തന്നെ BJP വളരെ മുന്നേ തന്നെ ആരംഭിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ഒരു ശക്തമായ ത്രികോണ മത്സരം തന്നെയാകില്ലേ ഇത്തവണ ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിനെ വിലയിരുത്തുമ്പോൾ നടക്കുക? രോഹിണി, തീർച്ചയായും ചൂടേറിയ വാദപ്രതിവാദങ്ങൾ ഒപ്പം പ്രചാരണ പ്രവർത്തനങ്ങളും ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി രാജ്യതലസ്ഥാനത്ത് ഉണ്ടാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അത് ഇതിനോടകം തന്നെ ആരംഭിച്ചു കഴിഞ്ഞു. അതായത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ ഇലക്ഷൻ പ്രഖ്യാപനത്തിന് മുൻപേ തന്നെ, കാരണം ജനുവരി അവസാനമോ അല്ലെങ്കിൽ ഫെബ്രുവരി ആദ്യത്തിലോ വോട്ടെടുപ്പ് ഉണ്ടാകും എന്ന കാര്യം ഉറപ്പായിരുന്നു. കാരണം രോഹിണി തന്നെ ചൂണ്ടിക്കാട്ടിയതുപോലെ ഫെബ്രുവരി പകുതിയോടെ നിലവിലെ നിയമസഭയുടെ കാലാവധി അവസാനിക്കുകയാണ്. അതിനു മുൻപായി വോട്ടെടുപ്പ് നടക്കുമെന്നുള്ളത് കൊണ്ട് തന്നെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം മുതൽ തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങളിലേക്ക് ഇതിനോടകം BJPയും ആം ആദ്മിയും കോൺഗ്രസും കടന്നു കഴിഞ്ഞു. ഇത്തവണ ഇന്ത്യ മുന്നണി എന്നതിനപ്പുറത്തേക്ക് കോൺഗ്രസും ആം ആദ്മിയും പഞ്ചാബിൽ ഉൾപ്പെടെ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും മറ്റ് തെരഞ്ഞെടുപ്പുകളിലും ഒരുമിച്ച് മത്സരിക്കുന്ന ഒരേ മുന്നണിയിലെ രണ്ട് പാർട്ടികളായിട്ടുള്ള കോൺഗ്രസും ആം ആദ്മിയും നേർക്കുനേർ മത്സരിക്കുന്നു എന്ന് മാത്രമല്ല, രൂക്ഷമായ ആരോപണങ്ങളാണ് ആം ആദ്മിക്കെതിരെ കോൺഗ്രസ് ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്. നേരത്തെ കോൺഗ്രസിന്റെ ന്യൂഡൽഹിയിലെ സ്ഥാനാർത്ഥി ചൂണ്ടിക്കാട്ടിയത് നേരത്തെ ഞാൻ പറഞ്ഞു, ആം ആദ്മി അഴിമതി പണം ഡൽഹിയിൽ വിനിയോഗിച്ചുകൊണ്ട് ജനങ്ങളുടെ വോട്ട് വിലക്കി വാങ്ങാൻ ശ്രമിക്കുകയാണെന്ന ആരോപണമാണ് കോൺഗ്രസ് ആം ആദ്മിക്കെതിരെ ഉയർത്തിയിട്ടുള്ളത്. BJP ആകട്ടെ ആം ആദ്മി സർക്കാരിനെതിരെ ഉയർന്നിട്ടുള്ള അഴിമതി ആരോപണം, മദ്യനയ അഴിമതി, ഒപ്പം വിവിധ തരത്തിൽ ജലബോർഡുമായി നടന്നിട്ടുള്ള അഴിമതി, അത്തരത്തിൽ വിവിധ അഴിമതി ആരോപണങ്ങളും അതിൽ അന്വേഷണ ഏജൻസികളുടെ കണ്ടെത്തലും അരവിന്ദ് കെജ്രിവാൾ ഉൾപ്പെടെയുള്ള നേതാക്കളുടെ ജയിൽവാസവും ഉൾപ്പെടെ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് അരവിന്ദ് കെജ്രിവാൾ സർക്കാരിനെതിരെ, മുൻപത്തെ അരവിന്ദ് കെജ്രിവാൾ സർക്കാരിനെതിരെ ഇപ്പോൾ അതിഷി മുഖ്യമന്ത്രിക്കെതിരെയും രൂക്ഷമായ വിമർശനങ്ങൾ ഉയർത്തിക്കൊണ്ടാണ് BJPയുടെ പ്രചാരണ പ്രവർത്തനങ്ങൾ. അതിൽ എത്രത്തോളം ഏതു പാർട്ടിക്ക് നേട്ടമുണ്ടാക്കാനാകും എന്നുള്ളത് നോക്കിക്കാണേണ്ടതാണ്. ജനങ്ങളെ സംബന്ധിച്ച് കഴിഞ്ഞ വർഷങ്ങളിൽ ആം ആദ്മി സർക്കാർ നൽകിയിട്ടുള്ള സൗജന്യങ്ങൾ, ഫ്രീ ബീസ് പൊളിറ്റിക്സ് എന്നുള്ള രീതിയിൽ 200 യൂണിറ്റിന് താഴെ വൈദ്യുതി ഉപയോഗിക്കുന്നവർക്ക് വൈദ്യുതി ബില്ലില്ലാതെ അത് സൗജന്യമായി നൽകിക്കൊണ്ടും, കുടിവെള്ളം ജലം സൗജന്യമായി നൽകിക്കൊണ്ടും, അത്തരത്തിൽ വിവിധ സൗജന്യങ്ങൾ ജനങ്ങൾക്ക് നൽകിക്കൊണ്ട് പ്രീതി പിടിച്ചു പറ്റാൻ കഴിഞ്ഞ കാലങ്ങളിൽ ആം ആദ്മി സർക്കാരിന് സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അത് 2020 നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. 70 അംഗ നിയമസഭയിൽ 62 എന്നുള്ളത് മൃഗീയ ഭൂരിപക്ഷമാണ്. അത്തരം ഭൂരിപക്ഷത്തിലായിരുന്നു 2020 ആം ആദ്മി വിജയിച്ചു കയറിയത്. 8 സീറ്റുകളാണ് BJPക്ക് നേടാൻ സാധിച്ചത്. അതിനു മുൻപത്തെ വർഷം 3 സീറ്റുകളായിരുന്നു BJPക്ക് ഉണ്ടാക്കിയത്. ഡൽഹിയെ സംബന്ധിച്ച് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കൊപ്പമാണ് കഴിഞ്ഞ കാലങ്ങളിൽ, അത് 2024 ഏറ്റവും ഒടുവിൽ കഴിഞ്ഞിട്ടുള്ള ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം പരിശോധിക്കുമ്പോൾ 56% വോട്ടിംഗ് ശതമാനത്തോടുകൂടി 7 സീറ്റുകളും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കൊപ്പം BJPക്കൊപ്പം നിന്ന മേഖലയാണ് ഡൽഹി. പക്ഷേ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ 2 തവണയായും ആം ആദ്മിക്കൊപ്പം നിൽക്കുന്നു. അതിന് പ്രധാനപ്പെട്ട കാരണം ആം ആദ്മി നൽകിയിട്ടുള്ള സൗജന്യങ്ങൾ, ഫ്രീ ബീസ് പൊളിറ്റിക്സ് തന്നെയാണ്. എന്നാൽ 2025 തെരഞ്ഞെടുപ്പിലേക്ക് എത്തുമ്പോൾ ആം ആദ്മിക്ക് കാര്യങ്ങൾ അത്ര എളുപ്പമല്ല. കാരണം ജനങ്ങൾക്ക് ഇത്തരം സൗജന്യങ്ങൾ നൽകുന്നു, മറുവശത്ത് മദ്യ നയ അഴിമതി ഉൾപ്പെടെയുള്ള വലിയ അഴിമതികളിലൂടെ അരവിന്ദ് കെജ്രിവാൾ ഉൾപ്പെടെയുള്ള ആം ആദ്മി നേതാക്കൾ കോടിക്കണക്കിന് രൂപയുടെ അഴിമതി നടത്തുന്നു എന്നുള്ളത് രാജ്യത്തെ അന്വേഷണ ഏജൻസികൾ തന്നെ കണ്ടെത്തുകയും അത് കോടതികളിലേക്ക് എത്തുകയും അരവിന്ദ് കെജ്രിവാളിന് ജയിലിൽ പോകേണ്ട അവസ്ഥയും ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ സൗജന്യങ്ങൾ നൽകുന്നു എന്നതിനപ്പുറത്തേക്ക് ജനങ്ങളുടെ നികുതി പണം കവർന്നെടുത്തുകൊണ്ട് വലിയ അഴിമതി ആം ആദ്മി കാണിക്കുന്നു എന്ന ആരോപണവും അതിന്റെ കണ്ടെത്തലുകളും പുറത്തു വന്ന പശ്ചാത്തലത്തിൽ കഴിഞ്ഞ കാലത്തെ പോലെ അത്ര എളുപ്പമാകില്ല ആം ആദ്മിക്ക് ഡൽഹിയിലെ പ്രചാരണ പ്രവർത്തനവും ഒപ്പം തെരഞ്ഞെടുപ്പിലെ പ്രവർത്തനങ്ങളും എന്നുള്ള കാര്യം ഉറപ്പാണ്. അതിന് വലിയ രീതിയിലുള്ള ആരോപണങ്ങൾ ആം ആദ്മിക്കെതിരെ ഉയർത്തിക്കൊണ്ട് BJP നേതൃത്വം പ്രചാരണ പ്രവർത്തനങ്ങൾ സജീവമാക്കിയിട്ടുണ്ട്. ഡൽഹി കേന്ദ്രീകരിച്ചുകൊണ്ട് ഇതിനോടകം തന്നെ സംസ്ഥാന അധ്യക്ഷൻ വീരേന്ദ്ര സച്ചിദേവയുടെ നേതൃത്വത്തിൽ പ്രചാരണ പ്രവർത്തനങ്ങൾ ചൂടുപിടിക്കുകയാണ്. കോൺഗ്രസിനെ സംബന്ധിച്ച് എന്ത് നേട്ടം ഡൽഹിയിൽ ഉണ്ടാക്കാൻ സാധിക്കും എന്നുള്ളതാണ് രാഷ്ട്രീയപരമായിട്ടുള്ള ചോദ്യം. കാരണം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ യാതൊരു തലത്തിലുമുള്ള ചലനമുണ്ടാക്കാനോ ഒരു മണ്ഡലത്തിൽ പോലും വിജയിക്കാനോ 2020 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് സാധിച്ചിട്ടില്ല. മുൻപറിയാം, ഡൽഹിയുടെ ചരിത്രം പരിശോധിക്കുമ്പോൾ ഡൽഹി നിയമസഭ ഭരിച്ചിരുന്ന അല്ലെങ്കിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കൂടുതൽ നേട്ടമുണ്ടാക്കുകയും ഡൽഹി ഭരിക്കുകയും ചെയ്തിരുന്ന പാർട്ടിയാണ് കോൺഗ്രസ്. ആ പാർട്ടിക്ക് 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ്, 2020 നിയമസഭാ തെരഞ്ഞെടുപ്പ്, 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പ്, കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളുടെ ചരിത്രം പരിശോധിക്കുമ്പോൾ
പരിശോധിക്കുമ്പോൾ ഒരു മണ്ഡലത്തിൽ പോലും ലോക്സഭാ മണ്ഡലത്തിലും നിയമസഭാ മണ്ഡലത്തിലും വിജയിക്കാനോ വോട്ട് ശതമാനം ഉയർത്താനോ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് ഇത്തവണ ആം ആദ്മിയുമായി സഖ്യമില്ലാതെ ഇന്ത്യ മുന്നണിയില്ലാതെ ഒറ്റയ്ക്ക് മത്സരിക്കുമ്പോൾ കോൺഗ്രസിന് ഏതെങ്കിലും തരത്തിലുള്ള നേട്ടമുണ്ടാക്കാൻ സാധിക്കുമോ എന്നുള്ളത് നോക്കിക്കാണേണ്ടതാണ്. ആം ആദ്മിയെ സംബന്ധിച്ച് ഭരണം നിലനിർത്താനും BJPയെ സംബന്ധിച്ച് ഡൽഹിയിൽ ഭരണം പിടിക്കാനും ആഞ്ഞു ശ്രമിക്കുമ്പോൾ കോൺഗ്രസിന് ഏത് രീതിയിൽ ഡൽഹിയിൽ മുൻപോട്ട് വരാൻ സാധിക്കും എന്നുള്ളതിന്റെ ഉത്തരം കൂടിയായിരിക്കും ഫെബ്രുവരി 8 വരുന്ന ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം എന്ന കാര്യം ഉറപ്പാണ്. തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങൾ ചൂടുപിടിക്കുകയാണ്. 3 പാർട്ടികളും ഇതിനോടകം തന്നെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. BJP അടുത്തഘട്ട സ്ഥാനാർത്ഥി പട്ടിക ഉടൻ തന്നെ പ്രഖ്യാപിക്കും എന്നാണ് ഡൽഹി അധ്യക്ഷൻ വീരേന്ദ്ര സച്ചിദേവ വ്യക്തമാക്കിയത്. അത്തരത്തിൽ പ്രചാരണ രംഗം ചൂടുപിടിക്കുമ്പോഴാണ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇന്ന് ഡൽഹി തെരഞ്ഞെടുപ്പിന്റെ തീയതി പ്രഖ്യാപനം നടത്തിയത്. ഫെബ്രുവരി 5 വോട്ടെടുപ്പ് നടക്കും. ഫെബ്രുവരി 8 ഫലപ്രഖ്യാപനം. ആ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിനിടയിലാണ് വോട്ടിംഗ് മെഷീനെതിരെ ഉയർന്നിട്ടുള്ള ആരോപണങ്ങൾ തീർത്തും അടിസ്ഥാനരഹിതമാണെന്നും രാജ്യത്ത് ഏറ്റവും സുതാര്യമായി, ലോകത്ത് തന്നെ ഏറ്റവും സുതാര്യമായി തെരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങൾ നടക്കുന്ന രാജ്യമാണ് ഭാരതമെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കിയത്. രോഹിണി. ശരി ജിഷ്ണു. ഡൽഹി തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക്. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ തീയതി പ്രഖ്യാപിച്ചു. ഫെബ്രുവരി 5 വോട്ടെണ്ണൽ, വോട്ടെടുപ്പ് ഫെബ്രുവരി 8. ജിഷ്ണു കൃഷ്ണനാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്.